ഹായ് മക്കളെ, വെൽക്കം ബാക്ക് ടു ലേണേഴ്സ്. ഗ്യാസ് ലോസ് ആൻഡ് മോൾ കൺസെപ്റ്റ് എന്ന ചാപ്റ്ററിന്റെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്. ലെറ്റസ് എസ്എസിന്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഓൾറെഡി നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട്. അത് നിങ്ങൾ കൃത്യമായിട്ട് കണ്ട് പഠിക്കാനായിട്ട് ശ്രമിക്കുക. വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തത്. പക്ഷേ ഈ വീഡിയോയിലേക്ക് വരുന്ന സമയത്ത് ഈ സെക്കൻഡ് ക്വസ്റ്റ്യൻ അത്യാവശ്യം നിങ്ങളുടെ SSLC എക്സാമിന്റെ ലെവൽ വെച്ചിട്ട് ഇമ്പോർട്ടന്റ് ആയിട്ട് നമുക്ക് പറയാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം എന്താണ് ക്വസ്റ്റ്യനിൽ പറയുന്നത്. കംപ്ലീറ്റ് ദ ടേബിൾ. ആറ്റോമിക മാസ് കൊടുത്തിട്ടുണ്ട്, കുറെ എലമെന്റ്സിന്റെ ആറ്റോമിക മാസ് കൊടുത്തിട്ടുണ്ട്. അത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യണം? മോളിക്കുലാർ മാസ് ചെയ്യണം, അതുപോലെ നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കണം, അതുപോലെ വോള്യം അറ്റ് STP കണ്ടുപിടിക്കണം. സിമ്പിൾ ആയിട്ട് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ച കുട്ടികൾക്ക് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ മക്കളെ, മോളിക്കുലാർ മാസ് എന്ന് പറഞ്ഞാൽ, ഒരു മോളിക്യൂൾ എന്ന് പറഞ്ഞാൽ എന്താണ്? രണ്ട് ആറ്റങ്ങൾ കൂടി ചേരുമ്പോഴാണ് ഒരു മോളിക്യൂൾ ഉണ്ടാവുക എന്നുള്ളത് നിങ്ങൾക്ക് അറിയാം. അപ്പൊ ഇവിടെ കൊടുത്തിട്ടുള്ള സാധനങ്ങളെല്ലാം എന്താണ്? മോളിക്യൂൾസ് ആണ് അല്ലെ. H2 എന്ന് പറയുമ്പോൾ ഒരു മോളിക്യൂൾ ആണ്, CO2 എന്ന് പറയുമ്പോൾ ഒരു മോളിക്യൂൾ ആണ്, NH3 എന്ന് പറയുമ്പോൾ ഒരു മോളിക്യൂൾ ആണ്. അപ്പോൾ ഈ മോളിക്യൂളിന്റെ എല്ലാം മാസ് നമുക്ക് കണ്ടുപിടിക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ആദ്യത്തെ H2 എന്ന് പറയുന്നതിന്റെ മാസ് ഞാൻ കണ്ടുപിടിക്കാൻ പോവാണ്. അപ്പൊ H2 എന്ന് പറയുമ്പോൾ മക്കളെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കണം. H2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എന്തൊക്കെ ചേർന്നിട്ടാണ് H2 എന്ന് പറയുന്ന മോളിക്യൂൾ ഉണ്ടായിട്ടുള്ളത്? യെസ്, നിങ്ങൾക്കറിയാം. H2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു H ഉണ്ടാകും, അതുപോലെ മറ്റൊരു H കൂടി ഉണ്ടാവും. ഇങ്ങനെ ഒരു H രണ്ടാമത്തെ H കൂടി ചേർന്നിട്ടാണ് എന്തുണ്ടായിട്ടുള്ളത്? ഈ പറഞ്ഞ H2 എന്ന് പറയുന്നത് ഉണ്ടായിട്ടുള്ളത്. ഓക്കെ, അപ്പൊ നമുക്കറിയാലോ, ഇവിടെ നിങ്ങളുടെ ഹിന്റ് ആയിട്ട് നൽകിയിട്ടുണ്ട്. ഒരു Hന്റെ മാസാണ് 1 എന്ന് പറയുന്നത്. അപ്പൊ 2 Hന്റെ മാസ് എത്രയാണ്? 2. കിട്ടാത്തവരുണ്ടാവും, ശ്രദ്ധിച്ചു വെക്കുക. അതായത് മക്കളെ, ഒരു Hന്റെ മാസാണ് എത്ര എന്ന് പറയുന്നത്? 1 എന്ന് പറയുന്നത്. അതുപോലെ രണ്ടാമത്തെയും H ഉണ്ടാവില്ലേ H2വിനകത്ത്, അതിന്റെയും മാസം 1 തന്നെയല്ലേ. അപ്പൊ ഇത് രണ്ടും കൂട്ടി കിട്ടുമ്പോഴല്ലേടാ മക്കളെ നമുക്ക് H2വിന്റെ ഫുള്ള് മാസ് കിട്ടുക, മൊത്തം മാസ് നമുക്ക് കിട്ടുക. അപ്പോൾ ഇത് രണ്ടും കൂട്ടുക എന്ന് പറഞ്ഞാൽ ഒന്നും കൂട്ടിയാൽ നിങ്ങൾക്ക് എത്ര കിട്ടുക? 2 എന്നാണ് കിട്ടുക. അപ്പോൾ H2 എന്ന് പറയുന്ന മോളിക്യൂളിന്റെ മുഴുവൻ മാസ് അല്ലെങ്കിൽ മോളിക്കുലാർ മാസ് ചോദിച്ചു കഴിഞ്ഞാൽ എത്രയാണ്? 2 ഗ്രാം എന്ന് നിങ്ങൾ എഴുതി വെച്ചാൽ മതി. പറഞ്ഞു മനസ്സിലായോ? യെസ്. അപ്പൊ നമുക്ക് കിട്ടി മോളിക്കുലാർ മാസ് എന്ന് പറയുന്നത് എത്രയാണ്? 2 ഗ്രാം എന്ന് കിട്ടി. മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ പുറകിലേക്ക് പോയിട്ട് കാണുക. ഇത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഓക്കെ, അതുപോലെ മക്കളെ, ഇതുപോലെ CO2 നിങ്ങളൊന്ന് കണ്ടുപിടിച്ച് നോക്കിയേ. CO2 എന്ന് പറയുമ്പോൾ കേട്ടോ ശ്രദ്ധിക്കൂ. CO2 എന്ന് പറയുമ്പോൾ അതിനകത്ത് എന്തൊക്കെ സാധനങ്ങളുണ്ട്? C എന്ന് പറഞ്ഞിട്ട് ഒരെണ്ണം ഉണ്ട്, അതുപോലെ O എന്ന് പറയുന്നത് 2 ഉണ്ട് അല്ലെ. അപ്പൊ ഞാനിതൊന്ന് സ്പ്ലിറ്റ് ചെയ്ത് എഴുതുകയാണ് നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് കണ്ടുപിടിക്കാൻ. C എന്ന് പറയുന്നത് ഒരെണ്ണം ഉണ്ട്, അതുപോലെ O എന്ന് പറയുന്നത് എത്ര എണ്ണം ഉണ്ട്? 2 ഉണ്ട് അല്ലെ. അപ്പൊ അതിന്റെ മോളിക്കുലാർ മാസ് കണ്ടുപിടിക്കാലോ. നിങ്ങൾ ആ ഒരു ഹിന്റിലേക്ക് നോക്കൂ. C എന്ന് പറയുന്നതിന്റെ 12 ആണ്, O എന്ന് പറയുന്നതിന്റെ 16 ആണ്. അപ്പൊ ഞാൻ ഇവിടെ എഴുതി കൊടുക്കുകയാണ് കേട്ടോ. ശ്രദ്ധിക്കണേ നിങ്ങൾ. ഇങ്ങനെയും ചെയ്യാം നിങ്ങൾക്ക് കാൽക്കുലേഷൻ. ചിലപ്പോൾ നിങ്ങൾ മൾട്ടിപ്ലൈ ഒക്കെ ചെയ്തിട്ട് ചെയ്യുന്നുണ്ടാവും. അങ്ങനെ നിങ്ങൾക്ക് ചെയ്യാം. ഇത് സിമ്പിൾ ആയിട്ട് നമുക്ക് മോളിക്കുലാർ മാസ് കണ്ടുപിടിക്കാനുള്ള രീതിയാണ്. അപ്പൊ C എന്ന് പറയുന്നതിന്റെ മാസ് 12 ആണെന്ന് നമുക്ക് കിട്ടി. O എന്ന് പറയുന്നത് 16 ആണ്. പക്ഷെ ഇവിടെ ഒരു O അല്ല, 2 O ഉണ്ട് അല്ലെ. അപ്പൊ 2 Oന്റെയും മാസ് എടുക്കണം. ഓക്കെ, ഒരു 16 എടുക്കണം, മറ്റൊരു 16 എടുക്കണം. പറഞ്ഞു മനസ്സിലായോ? യെസ്. അപ്പൊ നമുക്ക് 16 കിട്ടി. ഇനി മൊത്തം നിങ്ങൾ കൂട്ടിക്കോ. മൊത്തം നിങ്ങൾ കൂട്ടുമ്പോൾ എത്ര കിട്ടും? 44 എന്ന് പറഞ്ഞിട്ട് കിട്ടുന്നുണ്ടാവും. അപ്പൊ 44 ഗ്രാം ആണ് ഇവിടുത്തെ എന്ത്? മോളിക്കുലാർ മാസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ 44 ഗ്രാം എന്ന് പറഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്തു? ഇവിടുത്തെ ആൻസർ നമുക്ക് കിട്ടിക്കഴിഞ്ഞു. മോളിക്കുലാർ മാസ് കിട്ടിക്കഴിഞ്ഞു. ഇനി അതുപോലെ നിങ്ങൾ ചെയ്യൂ. NH3 എന്ന് പറയുമ്പോൾ എന്താ സംഭവം? NH3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു N ഉണ്ടാകും, 3 H ഉണ്ടാകും. ഇത് നിങ്ങൾക്കറിയാലോ, നിങ്ങൾ 8ാം ക്ലാസ് മുതലേ പഠിച്ചു വരുന്ന കാര്യമാണ്. ഒരു N-ഉം 3 H-ഉമാണ് ഉണ്ടാവുക NH3ക്കകത്ത്. അപ്പൊ ഒരു N-ന്റെ മാസ് എത്രയാന്ന് നിങ്ങളൊന്ന് ബോക്സ് നോക്കിയിട്ടൊന്ന് പറയൂ. ഒരു N-ന്റെ മാസ് 14, ഒരു H-ന്റെ മാസ് 1. പക്ഷെ ഇവിടെ ഒരു H അല്ല, നമുക്ക് 3 H-കൾ വന്നിട്ടുണ്ട് അല്ലെ. അപ്പൊ അതിന്റെ ഫുൾ മാസ് നമ്മൾ എടുക്കണം. അങ്ങനെയാണ് നമുക്ക് മോളിക്കുലാർ മാസ് കണ്ടുപിടിക്കാൻ പറ്റുക. അപ്പൊ N-ന്റെ മാസ് ഞാൻ എത്രയെന്ന് പറഞ്ഞത്? 14 എന്നാണ് നമുക്ക് കിട്ടിയത് അല്ലെ. അപ്പൊ ഞാനിവിടെ വേറെ മഷി കൊണ്ട് എഴുതാണ് 14. അതുപോലെ എത്രയാണ്? 1. ഓക്കെ, അപ്പൊ NH3യുടെ മൊത്തം മാസ് കാണാനായിട്ട് എന്ത് ചെയ്താൽ മതി? ഇതെല്ലാം തമ്മിൽ ഇങ്ങനെ കൂട്ടിയാൽ മതി. ഓക്കെ, 14ഉം ഈ പറഞ്ഞ 3 ഒന്നും കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? ഈ പറഞ്ഞ NH3യുടെ മാസ് എത്ര കിട്ടും? 17 എന്ന് കിട്ടും. അല്ലെങ്കിൽ നിങ്ങൾ മോളിക്കുലാർ മാസ് കൃത്യമായിട്ട് നിങ്ങൾ ബൈ ഹാർട്ട് പഠിച്ചു വെക്കേണ്ടവരുണ്ടെങ്കിൽ അതും നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കാൻ ശ്രമിക്കുക. ചില കുട്ടികൾ എന്ത് ചെയ്യുന്നുണ്ടാവും? ബൈ ഹാർട്ട് പഠിച്ചു വെക്കുന്നുണ്ടാവും. ചില കുട്ടികൾ ആ സമയത്ത് അത് കണ്ടെത്തി ചെയ്യുന്നവരുണ്ടാവും. അപ്പൊ എങ്ങനെ പഠിച്ചാലും നിങ്ങൾക്ക് വിഷയമില്ല. നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ഒരുപാട് സമയം നഷ്ടപ്പെടും. ചില കുട്ടികൾ എന്ത് ചെയ്യുന്നുണ്ടാവും? ബൈ ഹാർട്ട് പഠിക്കുന്നുണ്ടാവും. അവർക്കധികം സമയം നഷ്ടപ്പെടാൻ സാധ്യത ഇല്ല.
ഓക്കെ, അപ്പോൾ നമുക്കിവിടെ എഴുതാൻ പറ്റും എത്രയാണ് 17 ആണ് അല്ലേ, 17 ഗ്രാം എന്ന് പറഞ്ഞിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ടാവും. ഓക്കെ, 17 ഗ്രാം. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് മോളിക്കുലാർ മാസ് കണ്ടുപിടിക്കാനായിട്ട് പറ്റുക. ഇനി നമുക്ക് ചെയ്യേണ്ട ബോക്സ് എന്ന് പറയുന്നത് നമ്പർ ഓഫ് മോൾസ് ആണ്. അപ്പൊ നമ്പർ ഓഫ് മോൾസിന്റെ ഇക്വേഷൻ നിങ്ങൾ പഠിച്ചു വെച്ചിട്ടുണ്ട് അല്ലേ, അതായത് മോളുകളുടെ എണ്ണം, അതാണ് നമ്പർ ഓഫ് മോൾസ് എന്ന് പറയുന്നത്. അപ്പൊ നമ്പർ ഓഫ് മോൾസ് കാണാനായിട്ട് ഗിവൺ മാസ് ബൈ, ഓക്കെ ഇക്വേഷൻ ഞാൻ ഇവിടെ എഴുതി തരാം, ശ്രദ്ധിക്കൂ നിങ്ങൾ. നമ്പർ ഓഫ് മോൾസ്, ശ്രദ്ധിക്കണേ മക്കളെ, നമ്പർ ഓഫ് മോൾസ് എന്ന് പറയുന്നത് ഗിവൺ മാസ്, ഓക്കെ തന്നിട്ടുള്ള മാസ് ബൈ മോളിക്കുലാർ മാസ്. ഈ എം എന്ന് പറയുന്നത് മോളിക്കുലാർ മാസ് ആണ്. അത് നിങ്ങൾ കൃത്യമായിട്ട് ഇക്വേഷൻ ആയിട്ട് തന്നെ പഠിച്ചു വെക്കുക. നമ്പർ ഓഫ് മോൾസ് ഈക്വൽ ടു ഗിവൺ മാസ് ബൈ മോളിക്കുലാർ മാസ്. അപ്പോൾ ഇവിടുത്തെ ഗിവൺ മാസ് എത്രയാണ് നമുക്ക് ഓരോന്നിന്റെയും കാൽക്കുലേറ്റ് ചെയ്ത് കണ്ടുപിടിക്കാം. ഓക്കെ, ഓരോന്നിന്റെയും കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ആദ്യത്തെ H2 എന്ന് പറയുന്നതിന്റെ ഗിവൺ മാസ് 10ഉം മോളിക്കുലാർ മാസ് എത്രയാണ് 2 ആണ് അല്ലെ. അപ്പൊ നമുക്ക് ഇവിടെ ചെയ്യാം ഗിവൺ മാസ് 10 ബൈ മോളിക്കുലാർ മാസ് 2. അപ്പൊ 10/2 എന്ന് പറഞ്ഞാൽ എത്രയാണ് 5 എന്നാണ് കിട്ടുക അല്ലെ. അപ്പൊ നമ്പർ ഓഫ് മോൾസ് നമുക്ക് കിട്ടി എത്രയാണ് 5 മോളുകൾ എന്ന് കിട്ടി ആദ്യത്തത്. ഓക്കെ, രണ്ടാമത്തത് നമുക്ക് ചെയ്യാലോ. രണ്ടാമത്തത് ചെയ്യാം 440/44. ഓക്കെ, അതെങ്ങനെ കിട്ടിയെന്ന് നിങ്ങൾ ചോദിക്കരുത്. ഗിവൺ മാസ് ബൈ മോളിക്കുലാർ മാസ്, ഗിവൺ മാസ് ബൈ മോളിക്കുലാർ മാസ്. ഇവിടെ ഗിവൺ മാസ് എത്രയാണ് 440, മോളിക്കുലാർ മാസ് എത്രയാണ് 44. അപ്പൊ നമുക്ക് എന്താ ചെയ്യേണ്ടത് 440/44 ചെയ്യണം. ഓക്കെ, ഇപ്പൊ ക്ലിയർ ആയോ നിങ്ങൾക്ക്? യെസ്, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അപ്പൊ 440/44 എന്ന് പറയുമ്പോൾ എന്താ ചെയ്യേണ്ടത് 44 കട്ട് ചെയ്തു, ഇവിടെ എന്ത് വന്നു 0 ബാലൻസ് വന്നു. അപ്പൊ നമുക്ക് ഇത് ചെയ്യുന്ന സമയത്ത് 10 മോൾസ് എന്ന് പറഞ്ഞിട്ടായിരിക്കും കിട്ടുന്നുണ്ടാവുക. ഓക്കെ, അതുപോലെ നമുക്ക് അടുത്തതും ചെയ്യാനായിട്ട് പറ്റും. അടുത്തത് ഗിവൺ മാസ് എത്രയാണ്, ഗിവൺ മാസ് 340 ആണ് അല്ലെ, 340 ആണ്. അതുപോലെ മോളിക്കുലാർ മാസ് എന്ന് പറയുന്നത് 17 ആണ്. അപ്പൊ 340/17 എത്ര കിട്ടും നമുക്ക്? ഈ പറഞ്ഞ പോലെ എത്ര കിട്ടൂടാ 20 എന്ന് പറഞ്ഞിട്ട് കിട്ടും കേട്ടോ. ഓക്കെ, അത് നിങ്ങൾ ചെയ്ത് നോക്കിയാൽ മതി, കാൽക്കുലേഷൻ സൈഡിൽ ഡിവൈഡ് ചെയ്ത് നോക്കിയാൽ മതി. അപ്പൊ നിങ്ങൾക്ക് 20 എന്ന് പറഞ്ഞിട്ട് ആൻസർ കിട്ടുന്നുണ്ടാവും. ഓക്കെ, യെസ്. അപ്പൊ നമ്മൾ പഠിച്ചല്ലോ, നമ്പർ ഓഫ് മോൾസ് കാണാനായിട്ട് പഠിച്ചു. എന്തായിരുന്നു ഇക്വേഷൻ? ഇപ്പൊ തന്നെ നിങ്ങൾ മനസ്സിലൊന്ന് പറഞ്ഞു നോക്കിയേ. നമ്പർ ഓഫ് മോൾസ് ഈക്വൽ ടു ഗിവൺ മാസ് ബൈ മോളിക്കുലാർ മാസ്. ഓക്കെ, തന്നിട്ടുള്ള മാസ് ബൈ മോളിക്കുലാർ മാസ്. ക്ലിയർ ആണല്ലോ? യെസ്. ഇനി നമുക്ക് ചെയ്യേണ്ടത് STPയുടെ വോളിയം കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. വോളിയം മറ്റ് STP. എടാ മക്കളെ, STP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ എന്ന് പറയും. അത് എത്രയാണ്? 273 കെൽവിനും 1 ATM പ്രഷറിനെയാണ് നമ്മൾ STP കണ്ടീഷൻ എന്ന് പറയുക. അപ്പോൾ STP കണ്ടീഷൻ ആണെങ്കിൽ അതിന്റെ വോളിയം, ഏതൊരു ഗ്യാസിന്റെയും വോളിയം എത്രയായിരിക്കും? 22.4 ലിറ്റേഴ്സ് ആയിരിക്കും. ഓക്കെ, ഏതൊരു ഗ്യാസിന്റെയും വോളിയം STP കണ്ടീഷനിൽ 22.4 ലിറ്റേഴ്സ് ആയിരിക്കും. അപ്പൊ മക്കളെ, ഇവിടെ 1 മോൾ ഗ്യാസിന്റെ വാല്യൂ ആണ് ഞാൻ പറഞ്ഞത് 22.4 ലിറ്ററിന്. പക്ഷെ മക്കളെ ഇവിടെ നോക്കൂ, ഇവിടെ 5 മോളുകളില്ലേ ആദ്യത്തെ ക്വസ്റ്റ്യനിൽ? 5 മോൾ ഉള്ളത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? 5 × 22.4 ചെയ്യണം. പറഞ്ഞു മനസ്സിലായോ? 1 മോളിന്റെ ആണ് 22.4. 5 മോൾ ഉണ്ടെങ്കിൽ 5 × 22.4 ചെയ്യണം. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണ് നമുക്ക് എന്ത് കണ്ടുപിടിച്ചത്? വോളിയം അറ്റ് STP ഇവിടെ കണ്ടുപിടിച്ചിട്ട് 112 എന്ന് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നിങ്ങൾ ചെയ്ത് നോക്കൂ. അടുത്ത ക്വസ്റ്റ്യനിൽ എത്ര മോളുകളാണ് നമുക്ക് കിട്ടിയത്? 10 മോൾ എന്ന് കിട്ടി. അപ്പൊ നമുക്ക് STPയിലെ വോളിയം എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റുക? 10 × 22.4. പറഞ്ഞ മനസ്സിലായോ? എത്ര മോളുകൾ ഉണ്ടോ ആ മോളുകൾ ഇൻറ്റു 22.4 ചെയ്താൽ മതി. ഇവിടെ 10 മോളുണ്ട്, അതുകൊണ്ട് 10 × 22.4 എന്ന് ചെയ്തു. ഓക്കെ, അപ്പൊ 10 × 22.4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 224 ആണ് കിട്ടുക അല്ലെ. 224 ലിറ്റർ എന്ന് പറഞ്ഞിട്ട് കിട്ടും. 224 ലിറ്റർ എന്ന് പറഞ്ഞിട്ട് കിട്ടും. അടുത്ത ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്യൂ. ലാസ്റ്റ് ബോക്സ് സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാം അല്ലെ. ഇവിടെ എത്ര മോളുകൾ ഉണ്ട്? 20 മോളുണ്ട്. അപ്പൊ നമുക്ക് STPയിലെ വോളിയം കാണുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? 20 × 22.4. സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റും. ഇത് ഈ ഒരു കൺസെപ്റ്റ് നിങ്ങൾക്ക് കിട്ടിയാൽ മതി. അത് കിട്ടിക്കഴിഞ്ഞാൽ ഏത് ചോദ്യവും നിങ്ങൾക്ക് ഏത് ലെവലിലുള്ള ക്വസ്റ്റ്യനും ചെയ്യാനായിട്ട് പറ്റും. SSLC ഒക്കെ നിങ്ങൾ പുല്ല് പോലെ ചെയ്യും. ഓക്കെ, യെസ്. അപ്പൊ നമുക്ക് കിട്ടി 20 × എത്ര കിട്ടി? 22.4 എന്ന് കിട്ടി. അപ്പൊ അത് നമുക്ക് ചെയ്യുമ്പോൾ എത്ര കിട്ടൂടാ? 440
8 എന്ന് പറഞ്ഞിട്ട് കിട്ടും അല്ലെ, 448. അതായിരിക്കും നമുക്ക് കിട്ടാൻ പോകുന്ന ആൻസർ ഉണ്ടാവുക. അപ്പൊ 448 ലിറ്റർ എന്ന് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, യെസ്. അപ്പൊ ഈ ക്വസ്റ്റ്യൻ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ക്വസ്റ്റ്യനിൽ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, താഴെ കമന്റ് ബോക്സിൽ കൊടുക്കാം. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് വീഡിയോസ് എടുത്ത് ചെയ്യുന്നുണ്ട്. അതുപോലെ നിങ്ങളുടെ ഡൗട്ടുകളെല്ലാം ക്ലിയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ചാനലാണ്, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. നിങ്ങൾക്ക് SSLCക്ക് വേണ്ട കണ്ടന്റുകളും നിങ്ങൾക്ക് വേണ്ട ഏത് കണ്ടന്റ് വേണമെങ്കിലും എന്ത് ചെയ്യാം, നിങ്ങൾക്ക് വേണ്ടിയിട്ട് അപ്ലോഡ് ചെയ്ത് തരാം. സോ സബ്സ്ക്രൈബ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. അടുത്ത ക്വസ്റ്റ്യൻ ആയിട്ട് തൊട്ടടുത്ത നിമിഷം തന്നെ വരുന്നുണ്ട്. സോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാം കേട്ടോ. ഓക്കെ, ക്വസ്റ്റ്യൻ ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യണം കേട്ടോ. ഓക്കെ, യെസ്.